ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് സ്റ്റോക്സ് ആൻഡ് ഫ്ലോ പോലെ മറ്റൊരു കോൺസെപ്റ്റ് ആണ്. സ്റ്റോക്സ് ആൻഡ് ഫ്ലോ കണ്ടില്ലാത്തവർക്ക് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ്. നമുക്ക് എന്തായാലും സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. Statics and dynamics. Statics and dynamics are two approaches in economics used to analyze how economic variables and systems operate over time. അതായത് എക്കണോമിക് വേരിയബിൾസും സിസ്റ്റംസൊക്കെ എങ്ങനെ ഷോർട്ട് റണ്ണിൽ ലോങ് റണ്ണിലൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക്സിലെ രണ്ട് അപ്രോച്ചുകളാണ് സ്റ്റാറ്റിക്സും ഡൈനാമിക്സും. അത് എക്കണോമിക് സ്റ്റാറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് സ്റ്റാറ്റിക്സ് റെഫേഴ്സ് ടു ദ അനലൈസ് ഓഫ് എക്കണോമിക് വേരിയബിൾസ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ സ്റ്റോക്ക് വേരിയബിൾ പറഞ്ഞ പോലെ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അണ്ടർ എ സിറ്റുവേഷൻ വെയർ ഓൾ വേരിയബിൾസ് ആർ കോൺസ്റ്റൻറ്റ്, മറ്റ് വേരിയബിൾസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമ്പോഴത്തേക്ക് ഉള്ള അവസ്ഥയാണിത് കേട്ടോ. അപ്പം ഇറ്റ് ഫോക്കസസ് ഓൺ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വിത്തൗട്ട് കൺസിഡറിങ് ദ പാത്ത് ഓഫ് പ്രോസസ് ഓഫ് ചേഞ്ച്. അതായത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോസസ് ഓഫ് ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാതെ, പരിഗണിക്കാതെ ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. നമുക്ക് എക്കണോമിക് സ്റ്റാറ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് എക്കണോമിക് സ്റ്റാറ്റിക്സ്. അതായത് ഒന്നാമത്തെ ഇക്വിലിബ്രിയം അനലൈസ്. ഇക്വിലിബ്രിയം അനലൈസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക്സ് ഓഫൺ ഡീൽസ് വിത്ത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ് വെയർ സപ്ലൈ ഈക്വൽസ് ഡിമാൻഡ്. അതായത് സപ്ലൈ ഡിമാൻഡ് ഈക്വൽ ആവുന്ന ആ പോയിന്റിലാണ് ഇക്വിലിബ്രിയം അനലൈസ് വരുന്നത്. ഇറ്റ് എക്സാമിൻസ് ഹൗ മാർക്കറ്റ്സ് ഓർ എക്കണോമീസ് സെറ്റിൽ ഇൻ ടു എ സ്റ്റേബിൾ കണ്ടീഷൻ. എങ്ങനെയാണ് മാർക്കറ്റ്സ് എക്കണോമിക്സ് ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ സെറ്റിൽ ആവുന്നത് എന്ന് ഇത് പറയുന്നുണ്ട്. വെയർ നോ ഫർദർ ചേഞ്ചസ് ഒക്കർ അൺലെസ് ഡിസ്റ്റർബ്ഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് സെറ്ററസ് പാരിബസ് എന്ന് പറയുന്ന പോലെ അതർ തിങ്സ് റിമൈനിങ് സെയിം എന്ന് പറയുന്ന പോലെ മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒഴികെ എങ്ങനെ ഇത് എക്വിലിബ്രിയത്തിൽ എത്തുന്നത് കാണിക്കുന്നതാണ്. അങ്ങനെ ഒരു ഇക്വിലിബ്രിയം അനലൈസ് ആണ് സ്റ്റാറ്റിക്സിൻ്റെ പ്രത്യേകത. അത് കമ്പാരിറ്റീവ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ദിസ് ഇൻവോൾവ്സ് കമ്പയറിംഗ് ടു ഡിഫറെൻറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്ത് കാണിക്കുന്നതാണ് കമ്പയറിംഗ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഫോളോയിങ് എ ചേഞ്ച് ഇൻ ആൻ എക്സോജനസ് വേരിയബിൾ. അതായത് ഒരു എക്സോജനസ് വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചിനെ ഫോളോ ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഇക്വിലിബ്രിയമാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ഇക്വിലിബ്രിയം അനലൈസ് ചെയ്ത് കാണിക്കുന്നു. ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബട്ട് ഓൺലി ദ ബിഫോർ ആൻഡ് ആഫ്റ്റർ സിനാരിയോസ്. അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് കൺസിഡർ ചെയ്യാതെ ബിഫോർ സിനാരിയോയും, അതായത് മുൻപുണ്ടായ സന്ദർഭങ്ങളും അതിനുശേഷം ഉണ്ടായ സന്ദർഭങ്ങളും അനലൈസ് ചെയ്യുന്നതാണ് ഈ കമ്പാരിറ്റീവ് സ്റ്റാറ്റിക്സ് കാണിക്കുന്നത്. പിന്നെ മറ്റു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നോ ടൈം ഡയമെൻഷനാണ്. അതായത് സ്റ്റാറ്റിക് അനലൈസിസ് ഡസ് നോട്ട് കൺസിഡർ ദ എലമെൻറ്റ് ഓഫ് ടൈം. ടൈം ഇതിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഇറ്റ് ഈസ് എ സ്നാപ്ഷോട്ട് ഓഫ് ദ എക്കോണമി അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് മൊമെൻറ്റ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് മൊമെൻറ്റിൽ ഇപ്പോൾ എക്കോണമി എങ്ങനെയാണ്, അതാണ് ഇത് സ്റ്റാറ്റിക്കിൽ പരിഗണിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കൺസിഡർ എ സിമ്പിൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് മോഡൽ. ഒരു സാധാരണ സപ്ലൈ ഡിമാൻഡ് ഇൻ്റർസെക്ഷനിൽ വന്ന് ഇക്വിലിബ്രിയം ആവുന്ന ആ ഒരു മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻ സ്റ്റാറ്റിക് അനലൈസിസ് വി മൈറ്റ് ലുക്ക് അറ്റ് ഹൗ ദ മാർക്കറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ചേഞ്ച്. അതായത് ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റി എങ്ങനെ ചേഞ്ച് ആവുന്നു വെൻ ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ കൺസ്യൂമർ ഇൻകം. കൺസ്യൂമർ ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടായപ്പോഴത്തേക്ക് ഈ ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റി എങ്ങനെ ചേഞ്ച് ആവുന്നു എന്ന് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഹോൾഡിംഗ് എവറിത്തിങ് എൽസ് കോൺസ്റ്റൻറ്റ്. ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും, ചിലപ്പം ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വ്യത്യാസം ഉണ്ടാവാം, പ്രൈസ് ചേഞ്ച് ഉണ്ടാവാം. ഇപ്പം കൺസ്യൂമർ ഇൻകം ആണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന ചേഞ്ച് അനുസരിച്ച് മാത്രം ഈ ഇക്വിലിബ്രിയത്തിൽ വേരിയേഷൻ ഉണ്ടായി. ഇത് മാത്രമാണ് സ്റ്റാറ്റിക് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഫോക്കസസ് ഓൺ ദ പ്രോസസ് ഓഫ് ചേഞ്ച് ആൻഡ് ദ പാത്ത്സ്. ചേഞ്ചും പാത്തും അത് മാത്രമാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. പാസ് എക്കണോമീസ് ടേക്ക് ടു റീച്ച് ന്യൂ ഇക്വിലിബ്രിയ. അതായത് പുതിയ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതിന് ഇതിലുണ്ടായ ചേഞ്ച്, അതിൻ്റെ പാത്ത്, ഇത് മാത്രം കൺസിഡർ ചെയ്ത് പോകുന്നതാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഡൈനാമിക്സിൻ്റെ പ്രത്യേകതകൾ നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് എക്കണോമിക് ഡൈനാമിക്സ്. അതായത് ഒന്നാമത്തെ ടൈം ഡയമെൻഷനാണ്. ഓക്കെ, ഡൈനാമിക്സ് എക്സ്പ്ലിസിറ്റ്ലി ഇൻകോർപ്പറേറ്റ് ദ എലമെൻറ്റ് ഓഫ് ടൈം. എലമെൻറ്റ് ഓഫ് ടൈം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റഡിങ് ഹൗ എക്കണോമിക് വേരിയബിൾസ് ചേഞ്ച്. എങ്ങനെയാണ് എക്കണോമിക് വേരിയബിൾ ചേഞ്ച് ആയത് ഫ്രം വൺ പീരീഡ് ടു അനദർ. ഇപ്പോൾ 1990 മുതൽ 2000 വരെ കാലയളവിൽ എങ്ങനെയൊക്കെയാണ് എക്കണോമിക് വേരിയബിൾ ചേഞ്ച് ആയതെന്ന് കൺസിഡർ ചെയ്യുന്നത് ഡൈനാമിക്സ് കേട്ടോ. രണ്ടാമത്തെന്ന് പറയുന്നത് പാത്ത് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഡൈനാമിക് അനലൈസിസ് ലുക്സ് അറ്റ് ദ ട്രജക്ടറി ഓർ പാത്ത് ഓഫ് ആൻ എക്കോണമി. അതായത് സഞ്ചാരപഥം എന്ന് പറയും ട്രജക്ടറി എന്ന് വെച്ചാൽ കേട്ടോ. ആ സഞ്ചാരപഥം, ഒരു എക്കോണമിയുടെ സഞ്ചാരപഥം അനലൈസ് ചെയ്യുന്നുണ്ട്. ഫോളോസ് ആസ് ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് എ ന്യൂ ഇക്വിലിബ്രിയം. ആ സഞ്ചാരപഥം, അത് ന്യൂ ഇക്വിലിബ്രിയത്തിലേക്ക് പോയപ്പോഴുള്ള ആ ഒരു പാത അത് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സ്റ്റഡീസ് ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി, നോട്ട് ജസ്റ്റ് ദ എൻഡ് സ്റ്റേറ്റ്സ്. അതായത് നമ്മുടെ സ്റ്റാറ്റിക്കിൽ പറഞ്ഞതുപോലെ എൻഡ് സ്റ്റേറ്റ്സ് മാത്രമല്ല, ഒരു പോയിന്റ് ഓഫ് ടൈം അല്ല, അതിൻ്റെ പാത, അത് ഏതൊക്കെ സിറ്റുവേഷനിലൂടെ പോയി, ഇതെല്ലാം അനലൈസ് ചെയ്യുന്നതാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്.
അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻ്റർ ടെമ്പറൽ റിലേഷൻഷിപ്സ് ആണ്. അതായത് ഡൈനാമിക്സ് ഓഫൺ ഇൻവോൾവ് സ്റ്റഡിയിങ് ഹൗ പ്രസൻറ്റ് ഡിസിഷൻസ് അഫക്റ്റ് ഫ്യൂച്ചർ ഔട്ട്കംസ്. പ്രസൻറ്റ് ഡിസിഷൻസ് എങ്ങനെയാണ് ഫ്യൂച്ചർ ഔട്ട്കംസിനെ ബാധിക്കുന്നതെന്ന് അത് ആ റിലേഷൻഷിപ്സ് എടുക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഹൗ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദ ഫ്യൂച്ചർ ഇൻഫ്ലുവൻസ് കറണ്ട് ബിഹേവിയർ. അതായത് എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദ ഫ്യൂച്ചർ ഇൻഫ്ലുവൻസ് ഇല്ലേ, അതായത് ഫ്യൂച്ചർ ഇൻഫ്ലുവൻസ് അത് എങ്ങനെ ആ ഫ്യൂച്ചർ ഇൻഫ്ലുവൻസ് ആയി തീരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അത് കറണ്ട് ബിഹേവിയറുമായിട്ടുള്ള റിലേഷൻസ്, അതായത് രണ്ട് റിലേഷൻഷിപ്സ് ഇൻ്റർ ടെമ്പറൽ റിലേഷൻഷിപ്സ് എടുക്കുന്നുള്ളതാണ്. അതിൽ നാലാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മോഡൽസ് ആൻഡ് ഇക്വേഷൻസ് ഇതിലുണ്ട്, ഡൈനാമിക്സിലുണ്ട്. ഡൈനാമിക് അനലൈസിസ് ഫ്രീക്വൻ്റ്ലി യൂസസ് ഡിഫറൻഷ്യൽ ഓർ ഡിഫറൻസ് ഇക്വേഷൻ ടു മോഡൽസ്. അത് ഇക്വേഷൻസ് വരുന്നത് ഡൈനാമിക്സിലാണ് കേട്ടോ. ഹൗ വേരിയബിൾസ് ചേഞ്ച് ഓവർ ടൈം, അത് ടൈം ഡയമെൻഷൻ കാണിക്കുന്നതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് വേരിയബിൾസ് ചേഞ്ച് ആയതെന്ന് ഇക്വേഷൻസിലൂടെ മനസ്സിലാക്കുന്നത് ഒരു പ്രോസസ്സ് ഡൈനാമിക്സിൽ ഉണ്ട്. ഇനി നമുക്ക് ഡൈനാമിക്സിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ സെയിം സപ്ലൈ ആൻഡ് ഡിമാൻഡ് മോഡൽ ബട്ട് അനലൈസ്ഡ് ഡൈനാമിക്കലി. അതായത് നമ്മൾ സ്റ്റാറ്റിക്കിലെടുത്ത ഒരു സിമ്പിളായിട്ടുള്ള സപ്ലൈ ഡിമാൻഡ് മോഡൽ ഒരു ഡൈനാമിക്സിൽ എങ്ങനെ ഡൈനാമിക് ആയിട്ട് എങ്ങനെ അനലൈസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹിയർ വി മൈറ്റ് സ്റ്റഡി ഹൗ ദ മാർക്കറ്റ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്. അതാണ് കീ വേർഡ് എന്ന് പറയുന്നത്. അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ, അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇതിൽ കാണിക്കുന്നു, ഡൈനാമിക്സിൽ കാണിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ഓവർ എ സെവറൽ പീരീഡ് ഫോളോയിങ് ആൻ ഇൻക്രീസ് ഇൻ കൺസ്യൂമർ ഇൻകം ചേഞ്ച് ഉണ്ടായപ്പോഴത്തേക്ക് അതെങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ പാത്ത്, ആ ട്രജക്ടറി ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വി വുഡ് ലുക്ക് അറ്റ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് എനി ഓവർ ഷൂട്ടിംഗ് ഓർ ഓസിലേഷൻസ്, ആ വേരിയേഷൻസ് ഇതിലെടുക്കുന്നുണ്ട്. അൺടിൽ എ ന്യൂ ഇക്വിലിബ്രിയം ഈസ് റീച്ച് ചെയ്ത്, പുതിയ ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുന്നത് വരെ ആ എല്ലാ ചേഞ്ചസും ഇതിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. നമുക്കിനി ഒറ്റ നോട്ടത്തിൽ രണ്ടിൻ്റെയും കൂടെ ഒരു കമ്പാരിസൺ നോക്കാം. കമ്പയറിങ് സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഓക്കെ, ഒന്നാമത്തെ ഫോക്കസ് ആണ്. അത് സ്റ്റാറ്റിക്സ് ഫോക്കസ് ഓൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഓഫ് ടൈം. മനസ്സിലായാലും ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ടൈമിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്, സ്റ്റാറ്റിക്സ് ഫോക്കസ് ചെയ്യുന്നത്. വൈൽ ഡൈനാമിക്സ് ഫോക്കസ് ഓൺ ദ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ് ഓവർ ടൈം. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്, അത് ജസ്റ്റ് ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണ്. അടുത്ത് ടൈം എലമെൻറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക്സ് ഇഗ്നോർ ദ ടൈം ഡയമെൻഷൻ. സ്റ്റാറ്റിക്സ് ടൈം ഡയമെൻഷൻ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഡൈനാമിക്സ് എക്സ്പ്ലിസിറ്റ്ലി ഇൻകോർപ്പറേറ്റ്സ് ഇറ്റ്. അതായത് ഡൈനാമിക്സ് അത് ഉൾപ്പെടുത്തുന്നുള്ളതാണ്. ഓക്കെ, അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് പാത്ത് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക്സ് ഡസ് നോട്ട് കൺസിഡർ ദ പാത്ത് ടു ഇക്വിലിബ്രിയം. അത് പാത്ത് കൺസിഡർ ചെയ്യുന്നില്ല ഏതാണ് സ്റ്റാറ്റിക്. എന്നാൽ ഡൈനാമിക്സ് സ്റ്റഡീസ് ദ എൻറ്റയർ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സും സ്റ്റഡി ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് അനലൈസിസ് ആർ ക്രൂഷ്യൽ ഇൻ എക്കണോമിക്സ്. രണ്ടും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് തന്നെയാണ്. സ്റ്റാറ്റിക് അനലൈസിസ് പ്രൊവൈഡ്സ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റാറ്റിക്സിനാണ് പ്രാധാന്യം വഹിക്കുന്നത്, ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് അതിന് കൊടുക്കുന്നുണ്ട്. വൈൽ ഡൈനാമിക് അനലൈസിസ് ഓഫേഴ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ പ്രോസസ് ഓഫ് ചേഞ്ച്. അതായത് ഞാൻ പറഞ്ഞില്ലേ ട്രജക്ടറിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ പ്രോസസ്സിലുണ്ടായ ചേഞ്ചിനാണ് ഇത് പ്രാധാന്യം കൊടുക്കുന്നത്, അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ടെമ്പറൽ എവല്യൂഷൻ ഓഫ് എക്കണോമിക് വേരിയബിൾസ്, ആ ഒരു പരിണാമം, എക്കണോമിക് വേരിയബിൾസ് ഉണ്ടായ മാറ്റം, ആ ഒരു കാലയളവിലുണ്ടായ മാറ്റമൊക്കെ ഇതിൽ ഡൈനാമിക്കിൽ എടുക്കുന്നുണ്ട്. ടുഗെദർ they help economists understand both the stability of economic system and the nature of economic change. അതായത് എക്കണോമിസ്റ്റുകൾക്ക് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയും എക്കണോമിക് ചേഞ്ചിൻ്റെ ഒരു സ്വഭാവവും എങ്ങനെ ചേഞ്ചായി എന്നുള്ളത് ഡൈനാമിക് കാണിക്കുന്നുണ്ട്, എങ്ങനെ സ്റ്റേബിളായി നിൽക്കുന്നു എന്നുള്ളത് അതിൻ്റെ സ്റ്റെബിലിറ്റി സ്റ്റാറ്റിക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും എക്കണോമിസ്റ്റുകൾക്ക് പ്രയോജനകരമായ ഒന്ന് തന്നെയാണ്. അതാണ് കൺക്ലൂഷൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.